ഏകദേശം ഒരു 13 വമ്പൻ ചിത്രങ്ങളുടെ ഓൺലൈൻ റിലീസ് തീയതി ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യ ചിത്രം മുകേഷ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫാമിലി ഡ്രാമ മൂവി ആയിട്ടുള്ള ഫിലിപ്സ് എന്ന മലയാള ചിത്രമാണ്. ഈ ചിത്രം റിലീസ് ചെയ്ത സമയത്ത് ചിത്രത്തിന് മികച്ച റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു അന്ന് തിയേറ്ററുകളിൽ നിന്നെല്ലാം നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചിത്രം ജനുവരി 19 തീയതിയാണ് ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമസോൺ പ്രൈം, മനോരമ മാക്സ് എന്നീ 2 ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ആയിരിക്കും ഈ ചിത്രം ജനുവരി 19 തീയതി പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് ആമസോൺ പ്രൈമിന്റെ ഭാഗത്ത് നിന്നും അടുത്തതായിട്ട് വരാൻ പോകുന്ന ഒരു മലയാളം വെബ് സീരീസ് ആയിട്ടുള്ള പൗച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ആണ്. ഇത് അനിമൽ ഹണ്ടിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു സീരീസ് കൂടിയാണ്. ഇതിൽ നിമിഷ വിജയൻ, റോഷൻ മാത്യു എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു സീരീസ് ഈ വരുന്ന ഫെബ്രുവരി 23 തീയതി മുതലാണ് പ്രീമിയർ ചെയ്ത് തുടങ്ങുന്നത് എന്ന് ഇപ്പോൾ അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ചിത്രം മിഥുൻ മാനുവൽ തോമസിന്റെ ഡയറക്ഷനിൽ ജയറാം പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന എബ്രഹാം ഓസിലർ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രമാണ്. മമ്മൂക്കയും ഈ ഒരു ചിത്രത്തിൽ ഒരു ചെറിയ വേഷമൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു ഈ ഒരു ചിത്രത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ആമസോൺ പ്രൈം ആണ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസമായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നൊരു ചിത്രമാണ് ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ് ചിത്രം. ഇതൊരു വാർ ആക്ഷൻ എന്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. അപ്പൊ ഈ ഒരു ചിത്രത്തിന്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ആമസോൺ പ്രൈം ആണ്. അപ്പൊ ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു ചിത്രവും ഈ വരുന്ന ഫെബ്രുവരി മാസം സെക്കൻഡ് വീക്കിലൊക്കെ ആയിട്ടായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ പൊങ്കൽ റിലീസ് ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു ചിത്രമാണ് ശിവകാർത്തികേയന്റെ അയലാൻഡ് എന്ന ചിത്രം. ഇതൊരു സയൻസ് ഫിക്ഷൻ മൂവി കൂടിയാണ്. അപ്പൊ ഈ ഒരു ചിത്രത്തിന്റെയും ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ആമസോൺ പ്രൈം തന്നെയാണ് എന്ന് ഇപ്പോൾ അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. ആറാമത്തെ ചിത്രം ദിലീപ് നായകനായിട്ട് എത്തിയിട്ടുള്ള ബാന്ദ്ര എന്ന മലയാള ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇപ്പോൾ ഒരുപാട് റിലീസുകളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ പ്രീമിയർ ഇപ്പോൾ കുറച്ച് വൈകിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി ഈ ഒരു ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസമൊക്കെ ആയിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പ്രീമിയർ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ ലിസ്റ്റിലെ ഏഴാമത്തെ ചിത്രം എക്സ്ട്രാ ഓർഡിനറി മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു തെലുങ്ക് ചിത്രമാണ്. ഈ ഒരു ചിത്രം മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ വരുന്ന ജനുവരി 19 തീയതി പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ജയ് മഹേന്ദ്രൻ എന്നൊരു മലയാള ചിത്രമാണ്. ഇത് സോണി ലീവ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഡയറക്റ്റ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു ചിത്രം കൂടിയാണ്. ചിത്രം സോണി ലീവ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ വരുന്ന ഫെബ്രുവരി 9 തീയതിയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 9ാമത്തെ ചിത്രം അനിമൽ എന്ന ചിത്രമാണ്. ഒരുപാട് വയലൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് ആണ് ഈ ഒരു ചിത്രത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൂടെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ജനുവരി 26 തീയതിയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഒരുപാട് നാൾ മുമ്പ് തന്നെ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഈ ഒരു ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ഈ വരുന്ന ജനുവരി 26 തീയതി തന്നെയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. 10ാമത്തെ ചിത്രം കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹനുമാൻ എന്ന തെലുങ്ക് ചിത്രമാണ്. അന്ന് ഈ ഒരു ചിത്രത്തിന് ഗംഭീര റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് സി5 ആണ്. അപ്പോൾ സി5ലൂടെ ഈ ഒരു ചിത്രം അടുത്ത മാസമായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അടുത്തത് വിനയ് ഫോർട്ടൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആട്ടം എന്ന മലയാള ചിത്രമാണ്. IFFK ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഈ ഒരു ചിത്രത്തിന് ഗംഭീര റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ആമസോൺ പ്രൈം ആണ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം തന്നെയായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലിസ്റ്റിലെ 12ാമത്തെ ചിത്രം പ്രശാന്ത് നീലിന്റെ ഡയറക്ഷനിൽ പ്രഭാസ് പ്രധാന വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന സലാർ എന്ന വമ്പൻ ചിത്രമാണ്. അത്യാവശ്യം നല്ലൊരു ചിത്രം തന്നെയാണിത്. നമ്മുടെ പൃഥ്വിരാജും ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷമൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലൂടെയൊക്കെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് തന്നെ അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഫെബ്രുവരി 6 തീയതി മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം ജിത്തു ജോസഫിന്റെ ഡയറക്ഷനിൽ ലാലേട്ടൻ നായകനായിട്ട് എത്തിക്കൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന നേരി എന്ന ചിത്രമാണ്. ലാലേട്ടന്റെ ഒരുപാട് നാളുകൾക്ക് ശേഷം വലിയൊരു വിജയമായി മാറിയിട്ടുണ്ടായിരുന്ന ഒരു ചിത്രം കൂടിയാണിത്. ഈ ഒരു ചിത്രത്തിന് ഇതിനോടകം തന്നെ ഏകദേശം 100 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷനൊക്കെ നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. സാധാരണ മികച്ച ചിത്രങ്ങളൊക്കെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഏകദേശം ഒരു മാസം ആകുമ്പോൾ തന്നെ പ്രീമിയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന
ജനുവരി 26-ാം തീയതി നേരി എന്ന ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ആ വീഡിയോകളെല്ലാം നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.